ഞാൻ ഇപ്രാവശ്യം ഫുഡിനെ പറ്റി പറയാൻ വന്നല്ല കേട്ടോ, അതിനെപ്പറ്റി ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. പക്ഷേ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോട്ടക്കലിനെ പറ്റി. മലപ്പുറം ജില്ല എല്ലാവർക്കും കോട്ടക്കൽ അറിയാം. കോട്ടക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തിനെ പറ്റി അറിയാം. നമുക്ക് അറിയാത്തൊരു കോട്ടക്കലുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു സംഭവത്തിൽ നിന്നാണ്. ഞാനത് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നി ഇതെല്ലാവരും അറിയണമെന്ന്. ഞാൻ മാത്രം മനസ്സിലാക്കിയൊരു കാര്യമില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കിട്ടോ. കോട്ടക്കൽ നമ്മളെ ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങാൻ നല്ലത് കോട്ടക്കലിൽ നിന്നാണ്. ഈ കോട്ടക്കലിൽ നിന്ന് ആരംഭിച്ചതും കോട്ടക്കലിലേക്ക് വന്നു ചേർന്നതുമായ ഒരുപാട് നല്ല സംഭവങ്ങളുണ്ട്. അതിലാദ്യത്തേത് കോട്ടക്കലെ കിഴക്കേ കോവിലകത്തേക്കുള്ള മനോരമ തമ്പുരാട്ടിയുടെ വരവാണ്. ആധുനിക കോട്ടക്കൽ മനോരമ തമ്പുരാട്ടിയിൽ നിന്ന് തുടങ്ങുന്നു. ജാതിമത ഭേദമന്യേ വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം കൊടുത്ത ഒരുപാട് പ്രശസ്ത ശിഷ്യഗണങ്ങൾ പിൽക്കാലത്തുണ്ടായ കിഴക്കേ കോവിലകത്തെ വിമോചന നായിക മനോരമ തമ്പുരാട്ടി വന്നതും കോട്ടക്കലേക്കാണ്. മനോരമ തമ്പുരാട്ടിയുടെ പേരിനോട് ചേർത്ത് വെച്ച് പറയേണ്ട മറ്റൊരു പേരാണ് PV കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കിഴക്കേ കോവിലകത്തെ ഭരതമുറിയിലിരുന്നാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചരിത്രത്തിൽ ആദ്യമായി മഹാഭാരതം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഒരു ബോർഡ് കാണാം, കോട്ടക്കൽ ആര്യവൈദ്യശാല. PS വാര്യർ ഒരു വൈദ്യശാല തുടങ്ങിയതും കോട്ടക്കലാണ്. ഏതു രോഗത്തെയും ശമിപ്പിക്കാൻ പോന്ന മരുന്നുള്ള നാടാണ് കോട്ടക്കൽ. 1921 മലബാർ കലാപം. അന്ന് ഏറനാട്ട് കലാപങ്ങൾ കൊടുമ്പിരി കൊണ്ട കാലത്ത് കലാപത്തിന്റെ ഭീകരത ഒട്ടും തന്നെ ബാധിക്കാത്ത ഒരേ ഒരു പഞ്ചായത്താണ് കോട്ടക്കൽ പഞ്ചായത്ത്. അന്ന് കോട്ടക്കൽ വൈദ്യശാലയ്ക്ക് നേരെ ഒരു കല്ലുപോലും എറിയപ്പെട്ടിട്ടില്ല. അന്നതിന് കാവൽ നിന്നത് കോട്ടക്കലെ നാനാമതസ്ഥരാണ്. സൗഹൃദമുള്ള മണ്ണാണ്, സൗഹാർദ്ദമുള്ള മണ്ണാണ്, സകല ദൈവങ്ങളും കാവൽ നിൽക്കുന്ന നാടാണ്. വലിയ വേദനയോടെ മാത്രമേ നമുക്ക് കോളർ കാലത്തെ ഓർക്കാനാകൂ. അന്ന് രണ്ടാം ലോക മഹായുദ്ധക്കെടുതിയിൽ രാജ്യങ്ങൾ തന്നെ തകർന്ന കാലത്ത്, എങ്ങും പട്ടിണിയും രോഗവും രാജ്യത്തെ മൂടിയ കാലത്ത് കോട്ടക്കലാണ് ആദ്യമായിട്ടൊരു കോളറ റിലീഫ് ക്യാമ്പ് തുടങ്ങുന്നത്. അതിൽ ജാതിക്കോ മതത്തിനോ രാഷ്ട്രീയത്തിനോ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതും തുടങ്ങിയത് കോട്ടക്കലാണ്. കരുണയുള്ള മണ്ണാണ്, കനിവുള്ള മണ്ണാണ്. അതുപോലെ തനത് കേരളീയ കലയുടെ, കഥകളിയുടെ ഒരു ആസ്ഥാനമുണ്ട് കോട്ടക്കൽ. ഒരുപാട് അതുല്യ പ്രതിഭകൾക്ക് ജന്മം കൊടുത്ത PSV നാട്യസംഘം. കൊളോണിയൽ ഭരണം നാടിനെ മൊത്തം ഛിന്ന ഭിന്നമാക്കിയപ്പോൾ നാടിനെ ഒരുമിച്ച് നിർത്താൻ കോട്ടക്കൽ കയ്യിലെടുത്ത ആയുധം കലയാണ്. അതിലൊന്നാണ് ആ നാട്യസംഘം. പണ്ട് ഇന്നാട്ടിലെ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി രാജാവ് പണിത ആദ്യത്തെ സ്കൂൾ ഇന്നും ആ പഴയ പ്രൗഢിയോടെ കോട്ടക്കലിന്റെ സംസ്കാരം വിളിച്ചു പറഞ്ഞ് തലയുയർത്തി നിൽക്കുന്നുണ്ട്. ആ ചരിത്രമന്ദിരത്തിന്റെ മുറ്റത്ത് വേറൊരു വലിയ ചരിത്രമുണ്ട്. OV വിജയൻ. ആ വലിയ പ്രതിഭയുടെ കേരളത്തിലെ ആദ്യത്തെ സ്മാരകവും കോട്ടക്കലാണ്. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിന്ന കാലത്ത്, ക്ഷേത്രപ്രവേശനത്തെ ചൊല്ലി സമരങ്ങളൊന്നുപോലും തുടങ്ങാതിരുന്ന കാലത്ത് PS വാര്യർ ഒരു ക്ഷേത്രം പണിതു. കോട്ടക്കലെ വിശ്വംഭര ക്ഷേത്രം. കോട്ടക്കലിന് കാവലായ വിശ്വംഭരനെ കാണാൻ ഏത് ജാതിക്കാരനും ഏത് മതക്കാരനും സുസ്വാഗതം. കേരള ചരിത്രത്തിൽ ആദ്യമായി അങ്ങനെ ഒരു ക്ഷേത്രം പണിതതും കോട്ടക്കലാണ്.
പറഞ്ഞു വന്നത് എല്ലാം തുടങ്ങി വയ്ക്കാൻ നല്ലത് കോട്ടക്കലിൽ നിന്നാണ്. അപ്പോൾ ഇനി നമുക്കും എല്ലാ നല്ല കാര്യങ്ങളും കോട്ടക്കലിൽ നിന്ന് ആരംഭിക്കാം.